Okay students, നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഫേസ് ട്രാൻസിഷൻസ് ഓരോന്നോരോന്ന് എടുത്തിട്ട് നമ്മൾ വിശദീകരിക്കുകയാണ്. ഓക്കെ, അതായത് നമ്മൾ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഉണ്ടല്ലോ, ഫേസ് ട്രാൻസിഷൻ. അതിൽ ഫസ്റ്റ് പറഞ്ഞിരുന്ന ഏതായിരുന്നു? മെൽറ്റിംഗ് അല്ലെങ്കിൽ ഫ്യൂഷൻ ആയിരുന്നു അല്ലേ? സോളിഡ് ടു ലിക്വിഡ്. ഇവിടെ നടക്കുന്നതാണ് സോളിഡ് എന്താവുന്നു, ലിക്വിഡിലേക്ക് മാറുന്നു. സോളിഡ് ലിക്വിഡായിട്ട് മാറുന്നതിന് നമ്മൾ പറയുന്ന പേര് ഫ്യൂഷൻ അല്ലെങ്കിൽ മെൽറ്റിംഗ് എന്നായിരുന്നു. ഓക്കെ, അത് നിങ്ങൾക്ക് ആലോചിക്കുന്ന കാര്യമുള്ളൂ. നമുക്ക് സോളിഡ് ലിക്വിഡ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മളെ മനസ്സിലേക്ക് വരുന്നത് എന്തായിരിക്കും? ഐസ് വാട്ടർ ആവുന്ന പ്രോസസ്സ് അല്ലേ? പെട്ടെന്ന് മനസ്സിലാക്കി വരുന്നത് ഐസ് എന്താവാണ്? വാട്ടർ ആവുന്നു. ഇതാണ് പ്രോസസ്സ്. ഈ പ്രോസസ്സ് നമ്മൾ വിളിക്കുന്ന പേര് മെൽറ്റിംഗ് എന്നല്ലേ? ഐസ് മെൽറ്റ്സ് എന്നല്ലേ പറയാം അല്ലേ? അല്ലെങ്കിൽ ഐസ് എന്ത് ചെയ്യുന്നു? ഉരുകുന്നു, ഫ്യൂസ് ചെയ്യുന്നു അല്ലേ? ഫ്യൂഷൻ. ഓക്കെ, അങ്ങനെ പറയാം. റൈറ്റ്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഞാൻ ജസ്റ്റ് ഒരു സിമ്പിളായൊരു ഒബ്സർവേഷൻ ഞാൻ പറയാം. അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇപ്പോൾ ഒരു ബീക്കർ എടുത്തു. ഓക്കെ, ഈ ബീക്കറിൽ നമുക്ക് ഒരുപാട് ഐസ് ബ്ലോക്സ് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഐസ് ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു തെർമോമീറ്റർ നമ്മൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിനിടയിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു തെർമോമീറ്റർ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഐസ് ഉണ്ട്, തെർമോമീറ്റർ വെച്ചിട്ടുണ്ട്. ഈ തെർമോമീറ്ററിൽ എന്ത് കാണിക്കും? ടെമ്പറേച്ചർ കാണിക്കും. നമുക്ക് എന്ത് ചെയ്യാം? ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള ഡിവൈസിൻ്റെ പേരാണല്ലോ തെർമോമീറ്റർ. ഓക്കെ, നമ്മൾ ഹീറ്റ് മെഷർ ചെയ്യാനുള്ളതിന് കലോറിമീറ്റർ എന്നുള്ള ഇൻസ്ട്രുമെൻറ്റ്, കലോറിമീറ്റർ ആണ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേര്. ഹീറ്റ് മെഷർ ചെയ്യാനുള്ള. ഓക്കെ, ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ളതിൻ്റെ പേര് തെർമോമീറ്റർ, നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോൾ ഈ തെർമോമീറ്ററിൽ ആദ്യം ഐസിൻ്റെ ടെമ്പറേച്ചർ കാണിക്കുന്നത് -10 ഡിഗ്രി സെൽഷ്യസ് ആണ്. -10 ഡിഗ്രി സെൽഷ്യസ് ആണ്. എത്ര കെൽവിൻ ടെമ്പറേച്ചർ ഉണ്ടാകും അല്ലേ? 273 പ്ലസ് ഡിഗ്രി സെൽഷ്യസ് എന്നാണല്ലോ കെൽവിൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എത്ര വരും? 273 പ്ലസ് -10 കെൽവിൻ അല്ല -10 ഡിഗ്രി സെൽഷ്യസ്. -10 ഡിഗ്രി സെൽഷ്യസ് പറഞ്ഞാൽ 263 കെൽവിൻ ടെമ്പറേച്ചർ ആയിരിക്കും അപ്പോൾ ഉണ്ടാവുക. 263 കെൽവിൻ ടെമ്പറേച്ചർ. കെൽവിൻ ടെമ്പറേച്ചർ ഒരിക്കലും എന്തുണ്ടാവില്ല? മൈനസ് ആവില്ല. ഓക്കെ, -273 കെൽവിൻ എത്ര ആയിരിക്കും? അതൊന്ന് ചെക്ക് ചെയ്യാം. -273 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ അല്ലേ? -273 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ അല്ലേ 0 കെൽവിൻ ടെമ്പറേച്ചർ ആയിരിക്കും. അതാണ് മാക്സിമം അറ്റൈൻ ചെയ്യാൻ പറ്റുന്നത്. അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അറ്റൈൻ ചെയ്യാൻ പറ്റില്ല എന്നാണ്. ഓക്കെ, അതിന് തിയറീസൊക്കെ ഉണ്ട്. ഇത് ഇത്രയും എത്തൂല, അതിന് മുമ്പേ എന്ത് ചെയ്യും? കുറച്ച് എന്ത് ചെയ്യില്ല, ഇതിന് മുമ്പേ തന്നെ ഈ കൂളിംഗ് നിൽക്കുന്നതാണ്. ഓക്കെ, അതിന് തിയറിയിലേക്ക് ഞാൻ പോകുന്നില്ല. തൽക്കാലം എന്ത് ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റും. എനിവേ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ്, നമ്മളിതിൻ്റെ റീഡിങ് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് -10 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. അപ്പോൾ അത് ഐസായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ചെറുതായിട്ട് നമ്മളൊന്ന് ഹീറ്റ് ചെയ്യണം. ഹീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഡെൽറ്റ സിമ്പിൾ കാണിച്ചാൽ ഹീറ്റിംഗ് എന്നാണ് അല്ലേ? നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഹീറ്റ് കൊടുക്കുന്നു. അപ്പോൾ ഹീറ്റ് കൊടുത്താൽ എന്ത് സംഭവിക്കും? ഇതിങ്ങനെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ഇങ്ങനെ കൂടി തുടങ്ങും. അപ്പോൾ അത് ആദ്യം -9 ആകും. ടെമ്പറേച്ചർ കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ? -10 നിന്ന് -9 ആകുമ്പോൾ ടെമ്പറേച്ചർ കൂടുകയാണ്. പിന്നെ -8 ആകും അല്ലേ? -7 ആകും, -6 ആകും. ഇങ്ങനെ കൂടി വരുന്നുണ്ട്. അപ്പോഴൊന്നും ഒരു മാറ്റമില്ല. അപ്പോഴൊക്കെ ഐസ് തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ഓക്കെ, -8 പിന്നെ -6 പിന്നെ 5 പിന്നെ 4 പിന്നെ 3 പിന്നെ 2 പിന്നെ 1 പിന്നെ 0 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയോ? ഇതെന്ത് ചെയ്യും? ഇതിങ്ങനെ മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇതെന്ത് ചെയ്യും? ഇത് മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. ഐസ് എങ്ങോട്ട് പോകും? ഐസ് നേരെ വാട്ടറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ആ ടെമ്പറേച്ചറിനെ പറയുന്ന പേര് മെൽറ്റിംഗ് പോയിൻ്റ് എന്നായിരിക്കും. എന്താ പറയുക? മെൽറ്റിംഗ് പോയിൻ്റ്. ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് സോളിഡ് ചേഞ്ചസ് ടു ലിക്വിഡ് അറ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് കോൾഡ് മെൽറ്റിംഗ് പോയിൻ്റ്. ഇത് നിങ്ങൾ നിർബന്ധമായും മനസ്സിലാക്കിയിരിക്കേണ്ട പോയിൻ്റാണ്. ഓക്കെ, നമ്മൾ പ്രഷർ, പുറത്തുള്ള പ്രഷർ, ഇത് ഈ ഒരു നിൽക്കുന്ന സിസ്റ്റം നിൽക്കുന്ന അറ്റ്മോസ്ഫിയറിനെ പറയുന്ന പേര്, അറ്റ്മോസ്ഫിയറിൻ്റെ പ്രഷറിനെ പറയുന്ന പേരാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. നമ്മൾ സാധാരണ 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ 1 ATM എന്നാണ് പറയുക അല്ലേ? നമ്മൾ സാധാരണ നിൽക്കുന്നത് എന്താണ്? 1 ATM പ്രഷറിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, 1 ATM. ഓക്കെ, അപ്പോൾ ഈ 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ അത് ഒരു ചേഞ്ച് ചെയ്യാത്ത, അത് നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ആ ഒരു
അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് എന്തെങ്കിലും ചേഞ്ച് സംഭവിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഇതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് ഒക്കെ എന്ത് ചെയ്യും, മാറും. അതുകൊണ്ട് നമ്മൾ അതിനൊരു ഫിക്സ് ആയിട്ട് 1 atm ആയിട്ട് നിർത്തുകയാണ്. നോർമൽ കേസിൽ അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ വ്യത്യാസം വരുന്ന കേസുകളുണ്ട്. ഹൈറ്റിനനുസരിച്ച് എന്ത് ചെയ്യും, പ്രഷർ എന്ത് ചെയ്യും, കുറയും. അപ്പോൾ ഒരു മൗണ്ടൻ റീജിയനിലൊക്കെ ആണെങ്കിൽ പ്രഷർ 1 atm ഉണ്ടാവില്ല, അതിനേക്കാളും കുറവായിരിക്കും. ഓക്കെ, അതായത് സീ ലെവലിൽ നിന്ന് ഹൈറ്റ് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും, അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോയിൻ്റ് ഇതാണ്. ഇവിടെ എന്ത് ചെയ്യുന്നു, ഐസ് എന്ത് ചെയ്യുന്നു, ഐസ് ഉരുകാൻ തുടങ്ങുന്നു, ഐസ് മെൽറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ആ ടെമ്പറേച്ചറിനെ ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് സോളിഡ് ചേഞ്ചസ് ടു ലിക്വിഡ്, അല്ലേ, സോളിഡ് എന്ത് ചെയ്യുന്നു, ലിക്വിഡായിട്ട്, ഐസ് എന്ത് ചെയ്യുന്നു, വാട്ടറായിട്ട് മാറുന്നത്. ഐസ് മാത്രമല്ല ഏത് സോളിഡ് ആണെങ്കിലും അതിന് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുകയാണെങ്കിൽ, അല്ലേ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അല്ലേ, അതിൻ്റെ അറ്റ്മോസ്ഫിയർ, അത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള അതിൻ്റെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഇത് നിൽക്കുന്ന അറ്റ്മോസ്ഫിയറിൻ്റെ പ്രഷറിൽ, ഓക്കെ, ഈസ് കോൾഡ് മെൽറ്റിംഗ് പോയിൻറ്റ്. അതിന് പറയുന്ന പേരെന്താണ്, മെൽറ്റിംഗ് പോയിൻറ്റ് എന്നാണ്. ഓക്കെ, അത് എപ്പോഴാണെന്നറിയോ, നോർമൽ കേസിൽ അത് എപ്പോഴായിരിക്കും, 1 atm ആണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എങ്കിൽ അതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് ഐസ് ഈസ് ഈക്വൽ ടു 273.16 Kelvin. അത് എത്രയാണ്, അത് 0 degree Celsius ആണ്. ഇറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു 0 degree Celsius, അല്ലേ. ഇതിനെന്താ പറയുക, നമുക്ക് ഇതാണ്, അല്ലേ, മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് ഐസ് ഈസ് ഈക്വൽ ടു 0 degree Celsius. നമ്മൾ സാധാരണ പറയാൻ 273 Kelvin എഴുതിയാൽ മതി, അല്ലേ. 0.16 എന്നുള്ള നമ്മൾ സാധാരണ എഴുതൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. 273 Kelvin എന്ന് വേണമെങ്കിൽ എഴുതാം. 273 Kelvin ദാറ്റ് ഈസ് ഈക്വൽ ടു 0 degree Celsius. അപ്പോൾ 0 degree Celsius ആകുമ്പോഴാണ് ഈ മെൽറ്റിംഗ് സംഭവിക്കുക.